ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ SSC CGL 2025 പുതിയ ന്യൂ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ അനുസരിച്ചുള്ള മാത്സിൽ QA ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാം, ഈ വർഷം നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ പുതിയ പാറ്റേൺ അല്ലേ, പുതിയ പാറ്റേൺ അനുസരിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ ടോപ്പിക് ഒക്കെ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സോ ഒരു പ്രധാനപ്പെട്ട ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് ആണല്ലോ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും CGL പഠിച്ചു തുടങ്ങിയല്ലോ അല്ലേ? ഓൾറെഡി പഠിച്ചു തുടങ്ങി കാണും. ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആകും, അതായത് ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഏകദേശം 1 മാസം ആവാൻ പോകുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും വർക്ക് ചെയ്യുക. ഒപ്പം തന്നെ മോക്ക് ചെയ്ത് എല്ലാം ഞാൻ ലാസ്റ്റ് അത് പറയാം കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ ഞാൻ വെറുപ്പിക്കുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ 0, 3 വിത്ത് സ്ലോപ്പ് -1? അപ്പം ഇത് നമ്മുടെ ലൈൻ ബേസ് ചെയ്ത് ഇക്വേഷൻസ്, സ്ട്രെയിറ്റ് ലൈൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഇത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇത് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പെട്ടുപോകും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് 2-3 രീതിയിൽ നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു പോയിന്റും സ്ലോപ്പും, ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനെ തന്നിരിക്കുന്നെങ്കിൽ, ഒരു പോയിന്റും ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് പോയിന്റും ഒരു സ്ലോപ്പും ആണ് നമുക്ക് ക്വസ്റ്റ്യനെ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ എഴുതാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതാണ് അവിടുത്തെ ഇക്വേഷൻ. y മൈനസ് y1 എന്ന് പറയുന്നത് m ഇൻറ്റു x മൈനസ് x1 ആണ്. എന്താടാ ഈ y-ഉം y1-ഉം m-ഉം x-ഉം x1-ഉം എന്നൊക്കെ പറഞ്ഞാൽ, m എന്ന് പറയുന്നതാണ് അവിടുത്തെ സ്ലോപ്പ്. x1 y1 ആണ് അവിടുത്തെ പോയിന്റ്. തന്നിരിക്കുന്ന പോയിന്റ് ആണ് x1 y1. ദെൻ എക്സും വൈയും എന്താ, അത് അങ്ങനെ തന്നെ ഇട്ടേക്കുക. കാരണം ഇക്വേഷൻ, ഒരു ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയാ വരിക? y = mx + c എന്ന ഫോമിലായിരിക്കും, അല്ലെങ്കിൽ y = ax + b എന്ന ഫോമിലാണ് നമുക്ക് ലൈൻ തരുന്നത്. അപ്പോൾ ആ ലൈനിന്റെ ഇക്വേഷനകത്ത് എക്സും വൈയും ഇല്ലേ? ആ എക്സും വൈക്കും ഓരോ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് കിട്ടി നമ്മൾ ലൈൻ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുന്നത്. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഒരു പോയിന്റ് ഉണ്ട് അല്ലേ? ഒരു പോയിന്റ് ഏതാണ്? x1 y1 പോയിന്റ് ഉണ്ട്, സ്ലോപ്പും ഉണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. സോ y മൈനസ്, മാറിപ്പോകരുത്, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് x1-ഉം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് y1-ഉം ആണ്. ആദ്യത്തേത് x കോർഡിനേറ്റും രണ്ടാമത്തേത് എന്താണ്, y കോർഡിനേറ്റും ആണ്. സോ y മൈനസ് y1 എന്ന് പറഞ്ഞാൽ 3 ഈക്വൽ ടു സ്ലോപ്പ് എത്രയാ, -1. x മൈനസ് x1 എന്താ, 0. ഓക്കെ ആണോ? സോ y മൈനസ് 3 എന്ന് പറയുന്നത് മൈനസ് എക്സ് എന്ന് വരും. നമ്മൾ വൈയിലാണ് നമ്മുടെ ഇക്വേഷൻ എല്ലാം തന്നിരിക്കുന്നത്. സോ ഈ 3 കൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോഴോ -x + 3 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ എ, y = -x + 3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സെറ്റ് ആണല്ലോടാ, ക്ലിയർ ആണല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ, സോ ഒരു പോയിന്റും സ്ലോപ്പും തരുവാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ചില ക്വസ്റ്റ്യനകത്ത് നമുക്ക് 2 പോയിന്റ്സ് തരും. അപ്പം നിങ്ങൾ നോട്ട് ചെയ്തോ, അവിടെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് y മൈനസ് y1 ബൈ, കാണാമല്ലോടാ, കാണാമല്ലോ, ക്ലിയർ അല്ലേ? y മൈനസ് y1 ബൈ y2 മൈനസ് y1 എന്ന് പറയുന്നത് x മൈനസ് x1 ബൈ x2 മൈനസ് x1 ആയിരിക്കും. ഇതാണ് 2 പോയിന്റ് തരുവാണെങ്കിൽ ഒരു ഇക്വേഷൻ ലൈനിന്റെ ചോദിക്കുവാണ്. നമുക്ക് തന്നിരിക്കുന്നത് എന്താ, 2 പോയിന്റ്സ് ആണ്. സോ 2 പോയിന്റ് തരുവാണെങ്കിൽ ഇതാണ് അവിടുത്തെ ഇക്വേഷൻ. x1 y1 എന്തായിരിക്കും, ആദ്യത്തെ പോയിന്റ് ആയിരിക്കും. x2 y2 എന്തായിരിക്കും, രണ്ടാമത്തെ പോയിന്റ് ആയിരിക്കും. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ, ക്ലിയർ അല്ലേ? അപ്പോൾ 2 പോയിന്റ് തരുവാണെങ്കിൽ ഈ ഇക്വേഷനും ഓർത്ത് വെക്കുക, ഒരു പോയിന്റ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനും ഓർത്ത് വെക്കുക. ഓക്കെ, ജനറൽ ഇക്വേഷൻ എന്താണ്? y = mx + c എന്നാണ് ജനറൽ ഇക്വേഷൻ, അല്ലെങ്കിൽ y = ax + b. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പം അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു പോവുകയാണെങ്കിൽ, വേറെ രീതിയിൽ ചോദ്യം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സെറ്റ് ആണല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A ring-shaped metallic sheet has outer and inner radius 10 cm and 6 cm. What percentage of the full circle's area is the ring?
എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു റിംഗ് ഷേപ്ഡ് മെറ്റാലിക് റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ സിലിണ്ടറിനുള്ള മുകളിലത്തെ ഒരു പോർഷൻ അല്ലേ റിംഗ് എന്ന് പറയുമ്പോൾ. രണ്ട് സർക്കിൾസ് ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒരു റിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് എന്തെന്ന് പറയുന്നത്? റിംഗ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ഔട്ടർ ആൻഡ് ഇന്നർ റേഡിയസ് തന്നിട്ടുണ്ട്. അതായത് പുറത്തുള്ള റേഡിയസ് എന്ന് പറഞ്ഞത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററും ഇന്നർ റേഡിയസ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇപ്പൊ എ ബി സി, അതിൽ എ ബി ആണ് 10, എ സി എത്രയാ? 6. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ഫുൾ സർക്കിൾസ് ഏരിയ ഇസ് ദ റിംഗ്. അതായത് റിംഗ് എന്ന് അവർ കൺസിഡർ ചെയ്യുന്നത് ഈ പോർഷനെയാണ് റിംഗ് എന്ന്. നമ്മുടെ കയ്യിലിടുന്ന റിംഗ് ഇല്ലേ, അപ്പൊ ആ റിംഗ്, ആ ഒരു പോർഷൻ ആണ് അവിടുത്തെ എന്തെന്ന് പറയാ? റിംഗ് എന്ന് പറയാ. അപ്പൊ ആ റിംഗിന്റെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ സർക്കിളിന്റെ എത്ര ഏരിയ ആയിട്ട് വരും? നിങ്ങൾ ഒരുപാട് ഇക്വേഷനും കാര്യങ്ങളും ഒന്നും പോണ്ട, ഡയറക്റ്റ് ഇട്ടങ്ങ് ചെയ്താൽ മതി. ഈ റിംഗിന്റെ ഏരിയ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? റിംഗിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്യാപിറ്റൽ പൈ ആർ സ്ക്വയർ ഫുൾ സർക്കിളിൽ നിന്നും, അതായത് ഈ ഒരു ഫുൾ സർക്കിളിന്റെ ഏരിയയിൽ നിന്നും ഈ കുഞ്ഞു സർക്കിളിന്റെ ഏരിയ കുറയ്ക്കുന്നതല്ലേ? ആണോ? സോ പൈ ആർ സ്ക്വയറിൽ നിന്നും പൈ ആർ സ്ക്വയർ കുറയ്ക്കുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ റിംഗിന്റെ ഏരിയ എന്ന് പറയാം. അതിനെ നമ്മൾ എന്തിന്റെ ഏരിയ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? സർക്കിളിന്റെ ഏരിയ. ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ അല്ലേ? ഫുൾ സർക്കിൾ അതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ അല്ലേ? പൈ ആർ സ്ക്വയർ ഇൻറ്റു 100 ആണ് നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇപ്പൊ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. എന്താണ് സർക്കിളിന്റെ റിംഗിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ആ കുഞ്ഞു സർക്കിളിന്റെ ഏരിയ എന്ത് ചെയ്യുക? ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ പോർഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഫുൾ ഔട്ടർ സർക്കിളിൽ നിന്നും കുഞ്ഞു സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യുക. സോ ഇവിടെ നോക്കിക്കേ, ഫുൾ പൈ ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ, പോകത്തില്ലേ? മുകളിലും താഴെയും. ദെൻ മുകളിൽ എന്താ? ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ മൈനസ് കുഞ്ഞാർ എന്താ? 6 സ്ക്വയർ. ദെൻ ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ ഇൻറ്റു എന്താ? 100 ആണ് വരിക. ഇതും ക്യാൻസൽ ചെയ്ത് പോകത്തില്ലേ? സോ നോക്കിക്കേ, 100 മൈനസ് 36, 100ൽ നിന്ന് 36 കുറച്ച് എത്ര? 64. വളരെ സിമ്പിൾ അല്ലേ? ഇക്വേഷൻ ഒന്നും എഴുതി സമയം കളയണ്ട, ഇത് മാത്രം നോക്കിയാൽ മതി, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ സർക്കിളിന്റെ ഏരിയയുടെ എത്ര പോർഷൻ ആണ് റിംഗിന്റെ ഏരിയ? സോ ന്യൂമറേറ്ററിൽ റിംഗിന്റെ ഏരിയ വരും, ഡിനോമിനേറ്ററിൽ സർക്കിളിന്റെ ഏരിയ വരും. ഇൻറ്റു എന്ത് ചെയ്യാം? പെർസെൻറ്റേജിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ പെർസെൻറ്റേജ് ചെയ്യാനായിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ ആണോ? ഇതൊക്കെ നമുക്ക് എത്ര സെക്കൻഡ് വേണം? വളരെ കുറച്ച് ടൈം മതി, ഒരു 10, 20, 30 സെക്കൻഡ് മാക്സിമം. അതിനുള്ളിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ടൈം എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ സെക്ഷണൽ ടൈമർ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആൻ എയ്റോപ്ലെയിൻ ട്രാവൽസ് എ സ്പെസിഫിക് ഡിസ്റ്റൻസ് അറ്റ് എ 240 km/h over the course of 5 hours. To cover the same distance in just 1 hour, it needs to fly at a speed of what? എന്താണ്? സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു എയ്റോപ്ലെയിന് ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ സ്പീഡ് എന്താ? 240 ആണ്. സമയം എന്താണ്? 5 ആണ്. ചോദ്യം, ആ സെയിം ഡിസ്റ്റൻസ് തന്നെ 1 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ അതിന്റെ സ്പീഡ് എന്തായിരിക്കും? നമുക്കറിയാം, ഇഫ് ഡിസ്റ്റൻസ് ഇസ് സെയിം. എന്താണ്? ഇഫ് ഡിസ്റ്റൻസ് ഈസ് സെയിം. നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ എന്താ കണ്ടീഷൻ? ടൈമിന്റെ റേഷ്യോ എന്താണോ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കില്ലേ സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത്? ആണോ? 1/t1 t2 ആണ് എന്തെന്ന് പറയുന്നത്? സ്പീഡിന്റെ റേഷ്യോ. അല്ലെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ എന്താണോ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും എന്ത്? ടൈമിന്റെ റേഷ്യോ. നോക്കിക്കേ, ഇവിടെ നമുക്ക് 2 വ്യത്യസ്ത ടൈം ആണ് തന്നിരിക്കുന്നത്. ആണോ? അപ്പൊ ടൈമിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:1 ആണ്. ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:1 ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ എന്ത് വരും? 1:5 ആയിരിക്കും. ഓക്കെ ആണോ? സോ ആദ്യത്തെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 240 ആണ്. അതായത് 1 യൂണിറ്റ് എന്ന് പറയുന്നത് 240 ആണെങ്കിൽ 5 യൂണിറ്റ് എത്രയായിരിക്കും? സോ 24 × 5 എത്രയാ? 120, 1200 km/h ആയിരിക്കും ഉത്തരവായിട്ട് കിട്ടുക. വളരെ സിമ്പിൾ ചോദ്യമല്ലേ ഇത്? നിങ്ങൾ
എന്താ സ്പീഡ് ഉണ്ട്, ടൈം ഉണ്ട്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ടെൻഡൻസി വരും. അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഡിസ്റ്റൻസ് വേണ്ട നമുക്ക്. ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ദെൻ ഡിസ്റ്റൻസ് ബൈ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്പീഡ് കിട്ടുമല്ലോ. അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്താ കൺസിഡർ ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് സെയിം ആവുന്ന കേസുകളിൽ ടൈമിന്റെ റേഷ്യോ എന്താണോ അത് തന്നെ ആയിരിക്കും, അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത് സ്പീഡിന്റെ റേഷ്യോ. ഓക്കെ ആണോ? സെറ്റ് ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. A 75 liter mixture contains milk and water in the ratio. സൗണ്ട് ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? കുറച്ച് ത്രോട്ട് പ്രശ്നമുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ. A 75 liter mixture contains milk and water in the ratio 3:2. If 50 liters of this mixture is removed and replaced with 10 liter of pure milk, what is the newly ratio of milk and water in the mixture? ഇവിടെ തെറ്റ് പറ്റാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ? ഒരു 75 ലിറ്റർ മിക്സ്ചർ മിൽക്കും വാട്ടറും ഏത് റേഷ്യോല? 3:2. അതിൽ നിന്നും 15 ലിറ്റർ മിക്സ്ചർ അങ്ങ് മാറ്റുകയാണ്. ദെൻ എന്താ ചെയ്തേ? മിക്സ്ചർ ആണ് എടുത്ത് മാറ്റുന്നത്. ആഡ് ചെയ്തത് പ്യുവർ മിൽക്കാണ്. അങ്ങനാണെങ്കിൽ പുതിയ റേഷ്യോ മിൽക്കിന്റെയും വാട്ടറിന്റെയും എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് മിൽക്കും വാട്ടറും ഏത് റേഷ്യോയിലാണ്? 3:2 റേഷ്യോയിലാണ് മിൽക്കും വാട്ടറും ഉള്ളത്. അപ്പോൾ 75 ലിറ്റർ ആണ് ടോട്ടൽ. അവിടെ നമുക്ക് വേണമെങ്കിൽ ആ റേഷ്യോ കൊണ്ട് കണ്ടുപിടിക്കാം. ദെൻ 15 ലിറ്റർ കളയുമല്ലേ, അതിൽ കളയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ബാക്കി എടുത്ത് എഴുതാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 75 ലിറ്റർ മിക്സ്ചറിൽ നിന്നും 15 ലിറ്റർ മിക്സ്ചർ എന്ത് ചെയ്തു? പോയി. ഓക്കെ ആണോ? അപ്പൊ 75 നിന്നും 15 ലിറ്റർ പോയാൽ ബാക്കി എത്ര ആടാ ഇവിടെ ഉള്ളേ? 60 ലിറ്റർ അല്ലേ ഇവിടെ ഉള്ളേ? ആണോ? 75 ലിറ്റർ ഉണ്ടായിരുന്നു, അതിൽ നിന്നും 15 ലിറ്റർ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. സോ ബാക്കി 60 ലിറ്റർ. മിക്സ്ചർ എടുത്ത് മാറ്റി എന്ന് വിചാരിച്ച് അതിലെ റേഷ്യോ എന്ത് ചെയ്തില്ല? മാറുന്നില്ല. അതായത് നമ്മളൊരു മിക്സ്ചർ എടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ മിക്സ്ചറായിട്ട് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്ത് മാറുന്നില്ല? റേഷ്യോ മാറുന്നില്ല. ബട്ട് മിൽക്കോ വാട്ടറോ സെപ്പറേറ്റ് മാറുവാണെങ്കിൽ റേഷ്യോ അവിടെ മാറും. സോ ഇവിടെ എന്താണ്? റേഷ്യോ മാറുന്നില്ല, ബിക്കോസ് മിക്സ്ചർ ഫുള്ള് കുറച്ചാണ് മാറ്റുന്നത്. അപ്പൊ നോക്കിക്കേ, 60 എന്ന് പറയുന്ന ഇതിനകത്ത് ഏത് റേഷ്യോയിലായിരിക്കും കാണുന്നത്? 3:2 റേഷ്യോയിൽ തന്നെ ആയിരിക്കില്ലേ കാണുന്നത്? ആണോ? 3:2 റേഷ്യോയിലല്ലേ കാണുന്നേ? സോ 3ഉം 2ഉം എത്ര? 5. 5 എന്ന് പറയുന്നതാണ് 60 ഇൻറ്റു 12 അല്ലേ? 5 ഇൻറ്റു 12 അല്ലേ 60? സോ 3 ഇൻറ്റു 12 എന്ത് വരും? 36. 2 ഇൻറ്റു 12 എന്ത് വരും? 24. ഇതായിരിക്കും അവിടുത്തെ, അതായത് ആ 15 ലിറ്റർ പോയതിന് ശേഷം വരുന്ന മിൽക്കും വാട്ടറിന്റെ അളവെന്ന് പറയുന്നത് 36ഉം 24ഉം ഉണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി എന്താ അതിനകത്ത് ആഡ് ചെയ്യുന്നത്? 10 ലിറ്റർ മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. ആദ്യത്തതല്ലേ മിൽക്ക്. സോ ഇവിടെ ഞാനൊരു 10 ലിറ്റർ മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ 46ഉം 24ഉം ആകും. ഓക്കെ ആണോ? ഇതിന്റെ റേഷ്യോ എടുത്തേ 23ഉം 12ഉം. റേഷ്യോ എന്താ? 23ഉം 12ഉം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സെറ്റ് ആണല്ലോ? ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പം ഇവിടെ 2 രീതിയിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ആ 15 ലിറ്ററിനകത്ത് എത്ര കളഞ്ഞു എന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ കളഞ്ഞാലും ബാക്കിയുള്ളതിന്റെ നമ്മൾ വീണ്ടും മൈനസ് ചെയ്യണം. സോ നമ്മൾ എന്താ ചെയ്തേ? ഇവിടെ ഒറ്റയടിക്ക് കളഞ്ഞത് പോയി, ബാക്കിയുള്ളത് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. 75 നിന്നും 15 ലിറ്റർ കുറയ്ക്കുവാണെങ്കിൽ ബാക്കി എത്രയാ വരിക? 60 ലിറ്റർ ആണ് വരിക. ആ 60 ലിറ്ററിൽ 3:2 റേഷ്യോയിൽ തന്നെ ആയിരിക്കും മിൽക്കും വാട്ടറും വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 3:2 റേഷ്യോ ടോട്ടൽ റേഷ്യോ ഉണ്ട്. അതിൽ നിന്ന് ഓരോ യൂണിറ്റ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുന്ന എന്താണോ അത് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? 23:12. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. A ഇൻവെസ്റ്റ് 20,000, B ഇൻവെസ്റ്റ് 30,000. A receives an additional 20% for management. The total profit is 60,000. What is Aയുടെ ഷെയർ? പാർട്ട്ണർഷിപ്പിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? പാർട്ട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ പാർട്ട്ണർഷിപ്പിൽ എങ്ങനെയാ? വളരെ സിമ്പിൾ ആയത് ഇല്ലേ? എ എന്ന് പറയുന്നത് 20,000 രൂപയും ബി 30,000 രൂപയും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ടോട്ടൽ പ്രോഫിറ്റ് 60,000 രൂപയാണ്. സോ എക്കും ബിക്കും ഏത് റേഷ്യോയിലായിരിക്കും പ്രോഫിറ്റ് കിട്ടേണ്ടത്? 2:3 അല്ലേ? എക്കും ബിക്കും 2:3 റേഷ്യോയിലായിരിക്കും പ്രോഫിറ്റ് കിട്ടേണ്ടത്. ബട്ട് ഇവിടെ എന്താ പ്രശ്നം? എക്ക്
പുള്ളിക്കാരനായിരിക്കും ആക്റ്റീവായിട്ട് നിന്നത്. സോ ഒരു 20% അഡീഷണൽ കൊടുക്കുന്നുണ്ട്. മാനേജ്മെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു 20% അഡീഷണൽ കിട്ടുന്നുണ്ട്. സോ 60,000 രൂപയുടെ ഒരു 20%, 60,000 രൂപയുടെ ഒരു 20% അത്രയായിരിക്കും വരുന്നത്. 6 × 2 12 30. 12,000 രൂപ പുള്ളിക്കാരന് എന്ത് കൊടുക്കുന്നുണ്ട്? മാനേജ്മെന്റ് ചെയ്ത ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ 60,000 രൂപയുണ്ട്, അതിൽ 20% കൊടുത്തു. ബാക്കി ഇനി എത്രയാ ഉള്ളേ? 60,000ന്റെ 80% അല്ലേ? 60,000ന്റെ 80% അല്ലേ ബാക്കിയുള്ളൂ. 20% ആർക്ക് കൊടുത്തു? 12,000 രൂപ മറ്റേയാൾക്ക് കൊടുത്തു. ഇനി ബാക്കി 80%. ആ 80% ആയിരിക്കും നമ്മൾ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത്? 2:3 റേഷ്യോയിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെ ഷെയർ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2ഉം 3ഉം, അതായത് ടോട്ടൽ 5 ആണെങ്കിൽ എയുടെ ഷെയർ എത്ര? 2. സോ ഇനി ഇതല്ലേ ടോട്ടല്, ഇതല്ലേ നമ്മുടെ ടോട്ടല്. അപ്പൊ ഈ ടോട്ടൽ ആണെങ്കിൽ ഇതിനെ എന്ത് കണ്ടുപിടിക്കുക? 2/5 കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? സോ ഈ 0 ഈ 0 ഈ 0 ഈ 0, ദെൻ 5ഉം 60ഉം കൂടി പോകുമ്പോൾ 12, ദെൻ 12 × 2 24, 24 × 8 വരും അല്ലേ? 24 × 8 32, 100. അവിടെ തെറ്റുമോ നമുക്ക്? 24 × 12 × 2 24 × 8 അല്ലേ വരിക. സോ 8 32 192 അല്ലേ? 19200 എന്ന് കിട്ടും. 2 0 ഉണ്ടല്ലോ, ഈ സീറോസ് ക്യാൻസൽ ചെയ്ത് 12 2 0. അപ്പൊ നോക്കിക്കേ, 12,000 രൂപ നേരത്തെ കിട്ടി. ഓക്കെ അല്ലേ? അഡീഷണൽ എന്നുള്ള രീതിയിൽ 12,000 രൂപ കിട്ടി. ഇപ്പൊ എത്ര രൂപ കിട്ടി? 19,200 കിട്ടി. 19,200 കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും? 0 0 2 1 3 31200 31200. അപ്പോ ഡയറക്റ്റ് അഡീഷണൽ ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 60,000 രൂപയുടെ 2/5 ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ബട്ട് ഇവിടുത്തെ ക്വസ്റ്റ്യനകത്ത് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്? 20%. 20% ഫ്രാക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ട് ചെയ്യാം കേട്ടോ. 20% എന്ന് പറഞ്ഞാൽ 1/5 അല്ലേ? അപ്പോൾ 5ഉം ഇതും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 12. കറക്റ്റ് എന്ത് കിട്ടും? 12,000 വരും. ദെൻ അടുത്ത ബാക്കി എത്ര? 1/5 പോയാൽ ബാക്കി 4/5 വരും. സോ 60,000ന്റെ 4/5 ഇൻറ്റു ബാക്കി എന്താണ്? ആ എമൗണ്ട് ഏത് റേഷ്യോയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? 2:3. സോ 5 ആണെങ്കിൽ 2 കിട്ടും. അപ്പൊ അതിൽ 2/5 എന്ന് കിട്ടും. ഓക്കെ ആണോ? സോ ആദ്യം ഒരു 12,000 കിട്ടി, ഇപ്പൊ ഷെയർ എന്ന രീതിയിൽ ഇത്രയും കിട്ടി. രണ്ടിന്റെ ടോട്ടൽ ആയിരിക്കും നമുക്ക് ഉത്തരവായിട്ട് കിട്ടുക. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? ദെൻ a fruit seller sells apples at a loss of 5% on the cost price but uses weight that is 20% less than the actual weight. Find his total profit percentage. എന്താണ്? ഒരു ഫ്രൂട്ട് സെല്ലർ രണ്ട് രീതിയിലാണ് അയാൾക്ക് കിട്ടുന്നത്. ഒന്ന്, 5% ലാഭം വരുന്നുണ്ട് കോസ്റ്റ് പ്രൈസിൽ. ഓക്കെ. കൂടാതെ വെയിറ്റ് അയാൾ യൂസ് ചെയ്യുന്നത് 20% കുറവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഷോർട്ട് ട്രിക്ക് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 5% നഷ്ടമല്ലേ വരിക? 5% നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 100 ആണെങ്കിൽ CP 100 എടുക്കാം. 5% നഷ്ടമാണെങ്കിൽ എത്ര രൂപയ്ക്ക് അയാൾ വിൽക്കണം? 95 രൂപയ്ക്ക് അയാൾ വിൽക്കണം. ഓക്കെ അല്ലേ? ദെൻ രണ്ടാമത്തെ കേസിൽ എന്താ? 20% കുറവേ അയാൾ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ 100 കൊടുക്കേണ്ട സ്ഥാനത്ത് അയാൾ എത്ര കൊടുക്കുന്നുള്ളൂ? 80 അല്ലേ കൊടുക്കുന്നുള്ളൂ. സോ 80ന്റെ കോസ്റ്റ് പ്രൈസ് അയാൾക്ക് ആകുന്നുള്ളൂ. ബട്ട് അയാൾക്ക് കിട്ടിയതോ 100ന്റെ സെല്ലിംഗ് പ്രൈസ്. ഇവിടെ നമ്മൾ CPയും ഇവിടെ SP എന്നുള്ള രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. നോക്കിക്കോണേ, രണ്ട് കേസ് വരുമ്പോൾ രണ്ട് കേസ് എങ്ങനെയാണ് വരുന്നത്? ഒന്നെന്ന് പറയുന്നത് ലോസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജും, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? വെയിറ്റ് കുറവാണോ കൂടുതലെടുത്ത കാര്യമില്ലല്ലോ, അത് നഷ്ടമല്ലേ അയാൾക്ക്. എന്താണ്? കുറവെടുക്കുന്ന കേസ്. അപ്പൊ ഈ രണ്ട് കേസുകളിൽ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ CP SP അങ്ങനെയാണ് എടുക്കുക. സോ 100 രൂപയുടെ ഐറ്റം അയാൾ 5% നഷ്ടം എന്ന് പറയുമ്പോൾ 95 രൂപയ്ക്ക് വിൽക്കുന്നു. ദെൻ രണ്ടാമത്തെ കേസ് എന്താണ്? 20% കുറവാണ്. അതായത് 20% കുറവെന്ന് പറയുമ്പോൾ അയാൾ 80 കൊടുക്കുന്നുള്ളൂ. അപ്പൊ 80, ബട്ട് SP എത്ര ആകുന്നുണ്ട്? അയാൾക്ക് 100 ആകുന്നുണ്ട്. ഓക്കെ ആണോ? സോ നമ്മൾ ചെയ്യുമ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോയി 80ഉം 95 എന്നും വരും. അതായത് 80 രൂപയുടെ ഐറ്റം 95 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞേ എത്ര രൂപ അവിടെ ലാഭം വരിക? 15 ആണ്.
ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100. ഈ സീറോ ക്യാൻസൽ ചെയ്ത് പോവുമല്ലോ. ദെൻ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 4, ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 5. 15 ഇൻറ്റു 5, 15 ഇൻറ്റു 5 75. 75ന്റെ പകുതി 75/4 അല്ലെ, 75ന്റെ പകുതി എന്ന് പറയുമ്പോൾ 37. അതിൻ്റെയും പകുതി എന്ന് പറയുമ്പോൾ 36 ആകുമ്പോൾ 18. സോ 18.75% ആയിരിക്കും നമുക്ക് ഉത്തരവായിട്ട് കിട്ടുക. ഓക്കെ ആണോ? ഡിവൈഡ് ബൈ 4 നിങ്ങൾ ചെയ്യാനും നിൽക്കണ്ട കേട്ടോ. പകുതി എടുക്കുക, വീണ്ടും എന്ത് ചെയ്യുക, പകുതി എടുക്കുന്നതായിരിക്കും ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത്. ഇത് മനസ്സിലായോ? സോ CP SP ആ രീതിയിൽ വേണം എടുക്കാനായിട്ട്. സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് 12 1/2% ഓഫ് 560 കിലോമീറ്റർ പ്ലസ് 66 2/3% ഓഫ് 240. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഫ്രാക്ഷൻ വരുമ്പം പേടിക്കൊന്നും വേണ്ട. 12 എത്രയാടാ? 12 എന്ന് പറഞ്ഞാൽ എത്ര? 1/8 ആണ്. സോ 1/8 ഇൻറ്റു 560 പ്ലസ് 66 2/3 എത്രയാണ്? 33 1/3 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. സോ 33 1/3 ഇരട്ടി ആണ് 66 2/3. സോ നമുക്ക് എന്ത് എഴുതാം? 2/3 ഇൻറ്റു 240. 1/3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 2/3. ഓക്കെ ആണോ? 8ഉം ഇതും കൂടി പോവുകയാണെങ്കിൽ 70. ദെൻ ഈ 3ഉം ഇതും കൂടി ആകുമ്പോഴോ 80. സോ 70ഉം 160ഉം എത്രയാണ് വരുന്നത്? 230. ഓപ്ഷൻ നമ്പർ ബി. കാൽക്കുലേഷൻ പെർസെൻറ്റേജിൻ്റെ വാല്യൂസ് എല്ലാം, പെർസെൻറ്റേജ് ഫ്രാക്ഷൻ വാല്യൂസ് എല്ലാം തന്നെ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. സിംപ്ലിഫിക്കേഷനകത്ത് എവിടെയെങ്കിലും കയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള എക്സാം നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ആണ്. അപ്പോൾ സെക്ഷണൽ ടൈമിംഗ് വെച്ചിട്ട് അവർക്ക് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇടാൻ പറ്റില്ല. ഒരു 25 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാവുന്ന രീതിയിലായിരിക്കും. ഒരു 3-4 എണ്ണം മാത്രമേ വലിയ രീതിയിൽ വരൂ. ബട്ട് ക്വസ്റ്റ്യൻ്റെ ലെങ്ത് വലുതാണെങ്കിൽ ചെയ്യാൻ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഷോർട്ട് ട്രിക്ക് കാണും. സോ സെക്ഷണൽ ടൈമിംഗ് ആകുമ്പോൾ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യാൻ വലിയ ടൈം വേണ്ട. ഫ്രാക്ഷൻ അറിയണം. ഫ്രാക്ഷൻ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെക്ട് ചെയ്യാം എക്സാമിന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the expenditure of a household on food, clothing and entertainment is in the ratio 2:4:4. In the coming year, cost of food is expected to fall by 10%, clothing to rise by 5% and entertainment to fall by 50%. What is the percentage change or increase or decrease in the total household expenditure? കണ്ടോ, ക്വസ്റ്റ്യൻ്റെ ലെങ്ത് കാണുമ്പോൾ നമ്മുടെ ബോധം അങ്ങ് പോവും അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇവിടെ എന്താ ചെയ്യുന്നത്? ഹൗസ് ഹോൾഡ്, ഫുഡ്, ക്ലോത്തിങ്, എന്റർടൈൻമെന്റ് 3 കൊടുത്തിരിക്കുന്നത് അല്ലേ? അത് 2:4:4 ആണ്. 2:4:4. ഇതിനെ എനിക്ക് വീണ്ടും റേഷ്യോ ആക്കി കൂടെ? എന്ത് വരും? 1:2:2 എന്നാക്കി കൂടെ? അതായത് ഫുഡിന് 1, ക്ലോത്തിന് 2, ദെൻ എന്റർടൈൻമെന്റിന് 2. ഇങ്ങനെ വരുന്ന കേസുകളിൽ നിങ്ങൾ നമ്പർ ഒരു ജസ്റ്റ് ഒരു റാൻഡം ഈ റേഷ്യോ വരുന്ന നമ്പർ എടുക്കാൻ നോക്കുക. അതായത് 100, 200, 200. അതായത് ഞാൻ ഫുഡിന് 100 രൂപ ചിലവാക്കുന്നു, ക്ലോത്തിങ്ങിന് ഞാൻ 200 രൂപ ചിലവാക്കുന്നു, എന്റർടൈൻമെന്റിന് ഞാൻ 200 രൂപ ചിലവാക്കുന്നു. നമ്മുടെ കാര്യത്തിൽ തിരിച്ചായിരിക്കും. ഫുഡിനായിരിക്കും നമ്മൾ കൂടുതൽ ചിലവാക്കുന്നത് അല്ലേ? 200 ആയിരിക്കും നമ്മൾ ഫുഡിന് ചിലവാക്കുക, ബാക്കിയെല്ലാം ചെറുതായിരിക്കും. ക്ലോത്തിനും അത്യാവശ്യം കൂടുതലാണ്, എന്റർടൈൻമെന്റ് എല്ലാം കൂടുതലാണ്. ഓക്കെ, അപ്പൊ 100, 200, 200 എന്ന് എടുത്തു വെച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും? 500 രൂപയാണ് എൻ്റെ ടോട്ടൽ ചെലവ്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻ ദ കമ്മിങ് ഇയറിൽ കോസ്റ്റ് ഓഫ് ഫുഡ് ഇസ് എക്സ്പെക്ട് ടു ഫോൾ ബൈ 10%. അടുത്ത വർഷം ഫുഡിന്റെ ചെലവ് 10% കുറയുന്നു. സോ 100ന്റെ 10% എത്രയാണ്? 100ന്റെ 10% എത്രയാടാ? 10 തന്നെ അല്ലയോ? 10 കുറയുന്നു. ഓക്കെ ആണോ? അതായത് 10 രൂപ കുറഞ്ഞു കിട്ടും. ദെൻ അടുത്ത ക്ലോത്തിങ്ങിന് എന്താ സംഭവിക്കുന്നത്? 5% കൂടുന്നു. അപ്പം 200ന്റെ 5% എത്രയാണ്? 10 രൂപ കൂടുന്നു. ഓക്കെ അല്ലേ? 10 രൂപ കുറയുന്നു, 10 രൂപ കൂടുന്നു. അടുത്ത എന്താണ്? എന്റർടൈൻമെന്റ് ടു ഫോൾ ബൈ 50%. എന്റർടൈൻമെന്റ് എന്താ ചെയ്യുന്നത്? എന്റർടൈൻമെന്റ് 50%. അപ്പോൾ 200ന്റെ 50% അല്ലെ? 200ന്റെ 50%.
200ന്റെ 50% എന്ന് പറയുമ്പോൾ എത്രയാ? 30. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ 30 കുറയുമല്ലേ ചെയ്യുന്നേ, അപ്പോൾ അവിടെ എന്താണ്? -30. ഓക്കെ അല്ലേ? അപ്പോൾ ഫുഡിന്റെ ചെലവിൽ 10 രൂപ കുറഞ്ഞു. പിന്നെ ക്ലോത്തിന്റെ ചെലവ് 10 രൂപ കൂടി. അപ്പോൾ കൂടിയും കുറഞ്ഞു, 10 രൂപ കുറഞ്ഞു, 10 രൂപ കൂടി. അത് നമുക്ക് രണ്ടും കൂടി ന്യൂട്രലായി പോകത്തില്ലേ? അതിലൊന്നും ക്യാൻസൽ ആയി പോകത്തില്ലേ? പിന്നെ വരുന്നത് എന്താ? എന്റർടൈൻമെന്റ് ഒരു 30 രൂപ കുറയും അല്ലേ? അതായത് നേരത്തെ നമ്മുടെ ചെലവെന്ന് പറയുന്നത് 500 രൂപയായിരുന്നു ടോട്ടല്. ഇപ്പൊ പുതിയ ചെലവെന്ന് പറയുന്നത് എന്താ? 30 രൂപ കുറഞ്ഞു കിട്ടും. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ടോട്ടൽ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ -10, പിന്നെ ഒരു 10 രൂപ കൂടി, പിന്നെ ഒരു 30 രൂപ കുറഞ്ഞു. -10 +10 കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഒരു 30ന്റെ അല്ലേ ഉള്ളൂ. സോ ഇവിടെ എങ്ങനെ വരും നമുക്ക്? ഇവിടെ നമുക്ക് എങ്ങനെയാ വരിക? അതായത് 30 രൂപ കുറഞ്ഞു. ഓക്കെ അല്ലേ? ആ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 500-ലല്ലായിരുന്നോ? ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. സോ 30/6 -6%, അതായത് 6% എന്ത് ചെയ്യും? ഡിക്രീസ് ആയിരിക്കും വരിക. നെറ്റ് നമ്മുടെ ചേഞ്ച് എന്താണോ അത് മാത്രം നമ്മളിവിടെ കണ്ടുപിടിച്ചോളൂ. അല്ലാതെ ടോട്ടലിനകത്ത് ആഡ് ചെയ്യുകയോ ഒന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? 100, 200 ആ റേഷ്യോ ഒന്ന് മാറ്റി. റേഷ്യോ മാറ്റാതെ നമുക്ക് ചെയ്യാം, ബട്ട് കുറച്ചും കൂടി കാൽക്കുലേഷൻ വരും. അതുകൊണ്ടാണ് റേഷ്യോ നമ്പർ ഇട്ട് ചെയ്തത്. അപ്പം 100, 200, 200, 100ന്റെ 10%, 10, 200ന്റെ 5%, 10. അപ്പം അത് ആ ഇതങ്ങ് പോകും. 10 രൂപ എനിക്ക് അധികം ചിലവായി, 10 രൂപ ഞാൻ കുറച്ചു. അപ്പം എനിക്ക് നെറ്റ് ചേഞ്ച് ഒന്നും വരത്തില്ലല്ലോ. ദെൻ പിന്നെ വരുന്നത് എന്താ? ഒരു 15% കുറയുക. അപ്പോൾ അത് 30 രൂപ കുറഞ്ഞു കിട്ടി. സോ അതാണ് നെറ്റ് എഫക്റ്റ്. 30 രൂപ കുറഞ്ഞു ബൈ 500 ഇൻറ്റു 100. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. A team of 75 employees, the average monthly sales per employee is 1.8 lakh. If 30 junior employees, average 1.2 lakh each. What is average monthly sales of figure in the senior employees? എന്താ ഇവിടെ വരിക? എങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്? നമുക്ക് അലിഗേഷൻ വെച്ചിട്ട് ചെയ്യാം അല്ലേ? അലിഗേഷൻ വെച്ചിട്ട് എങ്ങനെയാ? 75 എംപ്ലോയീസ് ഉണ്ട്. ആവറേജ് അവരുടെ സാലറി എന്ന് പറയുന്നത് 1.8 ആണ്. ദെൻ 30 ജൂനിയർ ആൾക്കാരുടേത് 1.2. സീനിയറിൻ്റെയോ? സീനിയറിൻ്റെ എന്താ വരിക? സീനിയറിൻ്റെത് സീനിയറിൻ്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡീവിയേഷൻ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഡീവിയേഷൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ആവറേജ് അല്ലേ ചോദിച്ചിരിക്കുന്നേ? (18/45) 9 2/5.4. 18, 1.8, 0.4, 2.2. ഓക്കെ, നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഡീവിയേഷൻ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് ഈ ഡീവിയേഷൻ ആണ് കുറച്ചും കൂടി എളുപ്പം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അലിഗേഷൻ ചെയ്യോ, അല്ലെങ്കിൽ ഡീവിയേഷൻ നോക്കിക്കേ. ഡീവിയേഷൻ മെത്തേഡ് എന്താ? അതായത് 75 എംപ്ലോയീസ് ഉണ്ട്. അവരുടെ ആവറേജ് എന്ന് പറയുന്നത് 1.8 ലാക്ക് ആണ്. ദെൻ 30 പേർക്ക് എന്താ? 1.2 കിട്ടുന്നുള്ളൂ. 75 പേർക്ക് 1.8 കിട്ടുന്നുണ്ട്. ഇനി ബാക്കി എത്ര പേരാ? 45 പേരല്ലേ? അതായത് 30 പേർക്ക് കുറവ് 1.8 ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 30 പേർക്ക് എത്ര കുറവ് വരുന്നേ? 30 പേർക്ക് 1.8, 1.2 ഉള്ളൂ. അതായത് 0.6 എന്താണ്? കുറവാണ്. 0.6 എന്ന് പറയുമ്പോൾ 6, 3, 18. ഓക്കെ, അതായത് 18 കുറവുണ്ട്. ആ 18 ആരിടണം? ഈ 45 പേരും കൂടി ഇടണം. ഓക്കെ, സോ 18 ഡിവൈഡഡ് ബൈ 45, അതായത് ആ 18 ലാക്ക് ആരിടണം? ഈ 45 പേരും കൂടി ഷെയർ ഇട്ട് വേണം ഇടാൻ. സോ 18 ഡിവൈഡഡ് ബൈ 45 എന്ന് പറയുമ്പോൾ അതാ നേരത്തെ നോക്കിയത്. എത്ര വരുന്നത്? 0.4 ആണ് വരുന്നത്. 9 അല്ലേ? 2/5 എന്ന് വരും. 2/5 എന്താ? 0.4. സോ അതായത് ഒരാൾ 0.4 വെച്ചിടണം. നിലവിൽ എല്ലാവരുടെ ആവറേജ് എത്രയാണ്? 1.8 അല്ലേ? സോ 1.8ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? 0.4 ആഡ് ചെയ്താൽ 2.2 ലാക്ക് എന്ന് വരും. ഓക്കെ ആണോ? ക്ലിയർ ആയോ? എങ്ങനെയാ ചെയ്തേ? അതായത് ഡീവിയേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഡീവിയേഷൻ അറിയത്തില്ല. സോ നിലവിലുള്ള ആൾക്കാർക്ക് എത്ര ഡിഫറൻസ് ഉണ്ട്? 0.6. നിങ്ങൾ ടൂർ പോവുകയാണ്.
ടൂർ പോകുമ്പോൾ കുറച്ച് കുട്ടികളുടെ ക്യാഷ് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ക്യാഷ് ഇല്ലാത്ത ഷോർട്ടേജ് ക്യാഷ് ഉള്ളവർ കൂടുതൽ ഇടണം. അതാണ് കൺസെപ്റ്റ്. സോ 30 പേർക്ക് 0.6 കുറവുണ്ട്. അപ്പം 0.6 കുറവെന്ന് പറയുമ്പോഴത്തേക്ക് 18 ലക്ഷത്തിന്റെ കുറവുണ്ട്. ആ കുറവ് ബാക്കി 45 പേരും കൂടെ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ 18 ഡിവൈഡ് ബൈ 45 ചെയ്യുമ്പോൾ ഒരാൾ 0.4 വെച്ച്, നിലവിലുള്ള ആവറേജ് 1.8 ആണ്. അതിൻ്റെ കൂടെ 0.4 കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യണം. സോ എത്ര വരും? 2.2 lakh എന്ന് കിട്ടും. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3 pipe A, B and C are capable of filling a tank in 6, 8 and 12 hours respectively. When all 3 pipes are open together, they operate for 2 hours before pipe C is closed. How much additional time will it take to complete filling after? നമ്മൾക്ക് അറിയാവുന്ന പ്രോബ്ലം ആണ്. എന്താണ്? പൈപ്പ് ആൻഡ് സിസ്റ്ററിലെ ആണ്. എയ്ക്ക് എത്ര സമയമാണ്? 6. ബിക്ക് എത്ര സമയമാണ്? 8. സിക്ക് 12. എന്തായിരിക്കും ഇവരുടെ LCM എന്ന് പറയുന്നത്? 6, 8, 12. എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന നമ്പർ 6, 8, 12, 24 അല്ലേ? ആണോ? 6, 4, 8, 3, 12 × 2. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? When all 3 pipe are open together, they operate for 2 hours. 2 മണിക്കൂർ അവരെല്ലാവരും എന്ത് ചെയ്തു? എന്ത് ചെയ്തു? അവർ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ 4, 3, 7, 7, 2, 9 ആണ് ടോട്ടൽ എഫിഷ്യൻസി അല്ലേ? അപ്പം 9 × 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 18 ജോലി അവർ കംപ്ലീറ്റ് ആക്കി. നമുക്ക് നിലവിൽ എത്ര ജോലിയാണ് ഉള്ളത്? 24 ജോലിയല്ലേ ഉള്ളത്? ആണോ? അപ്പോൾ 24 ജോലിയിൽ 18 ജോലി കഴിഞ്ഞു. ബാക്കി എത്ര ജോലിയാണ് ഉള്ളത്? 6 ജോലി. സോ അത് അപ്പോഴത്തേക്ക് ആ ടൈം ആയപ്പോഴത്തേക്ക് സി എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് അഡീഷണൽ ടൈം വിൽ ടേക്ക് ടു കംപ്ലീറ്റ് ദ ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം എത്ര സമയം എടുക്കൂന്ന? സി ഇല്ല. നിലവിൽ ഇപ്പോൾ ആരേ ഉള്ളൂ? എയും ബിയും അല്ലേ ഉള്ളൂ? ആണോ? എയുടെയും ബിയുടെയും എഫിഷ്യൻസി എത്ര? 4, 3, 7. ടോട്ടൽ വർക്ക് എത്ര? 6. സോ 6/7 hours. തെറ്റിപ്പോകരുത്. ഹൗ മച്ച് അഡീഷണൽ ടൈം വിൽ ടേക്ക് ടു കംപ്ലീറ്റ്ലി ഫിൽ ദ ടാങ്ക് ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം എത്ര ചോദിച്ചിരിക്കുന്നത്. സോ അത് വൃത്തിയായിട്ട് നോക്കി ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? ദെൻ മൂവിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A retailer marks an AC 80% above the cost price. He offers a discount of 25% on the marked price. During a festive offer, an additional discount of 10% is applied on the already discounted price. If the final selling price is 15,552, what's the approximate cost price of the air conditioner? ഇതെങ്ങനെ ചെയ്യാം? എന്താണ്? ഒരു AC അയാൾ എന്ത് ചെയ്തു? മാർക്കപ്പ് ചെയ്തു അല്ലേ? 100 ആണെങ്കിൽ അത് 80% കൂട്ടി എന്ത് ചെയ്തു? അയാൾ മാർക്ക് ചെയ്തു. സ്വാഭാവികം, കടക്കാരെല്ലാം അങ്ങനെയല്ലേ ചെയ്യാം. സോ 100 ആണെങ്കിൽ അത് 80 കൂട്ടി. ദെൻ പിന്നെ എന്താ ചെയ്തേ? അപ്പോൾ കൂട്ടിയിട്ട് ആ വിലയിൽ നിന്ന് സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? ഡിസ്കൗണ്ട് തരും. ആദ്യ ഡിസ്കൗണ്ട് 25%, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ 10%. ഒരു ഫെസ്റ്റീവ് ഓഫർ വന്നപ്പോൾ പിന്നെ ഒരു 10% ഡിസ്കൗണ്ട് തന്നു. ഇനി ഫൈനൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഈ ഉത്തരം എഴുതാൻ പറ്റും. അതായത് ഇവിടുത്തെ CP എന്ന് പറയുന്നത് നമ്മൾ 100 ആയിട്ട് എടുക്കുക. ഓക്കെ, CP 100 ആണെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് എന്തായിരിക്കും? 80% കൂട്ടി എന്നല്ലേ പറഞ്ഞേ? എന്ന് പറഞ്ഞാൽ 180 ആകും. ഓക്കെ ആണോ? 80% കൂട്ടി എന്ന് പറഞ്ഞാൽ എത്രയാകും? 180 ആകും. സോ മാർക്ക്ഡ് പ്രൈസ് 180 ആണ്. ഇനി ഇതിൽ നിന്ന് ഡിസ്കൗണ്ട് കഴിക്കുക. അതായത് 25% ഡിസ്കൗണ്ട് പോയി. ബാക്കി അപ്പോൾ എത്രയാ? 75% പൈസ നമ്മൾ അടയ്ക്കണമല്ലോ. അതായത് 1/4 പോയാൽ ബാക്കി എത്രയാ? 3/4. ഓക്കെ അല്ലേ? ദെൻ 10% പോയി. അപ്പോൾ ബാക്കി എത്രയാ? അടുത്ത ഡിസ്കൗണ്ട്, നിലവിലുള്ള ഡിസ്കൗണ്ട് കഴിഞ്ഞ് പിന്നെ 10% പോയി. ദെൻ ബാക്കി എത്ര വരും? 90% എന്ന് പറഞ്ഞാൽ 9/10. അതായത് മാർക്ക്ഡ് പ്രൈസ് 180 ആണെങ്കിൽ 25 ഡിസ്കൗണ്ട് പോയി ബാക്കി. അടുത്ത് 10% ഡിസ്കൗണ്ട് പോയി ബാക്കി. ഈ വിലയ്ക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത്. ശരിയല്ലേ? സോ ഈ വാല്യൂ ആണ് 15,552. ഓക്കെ ആണോ? ദെൻ ചോദ്യം എന്താണ്? കോസ്റ്റ് പ്രൈസ് 100 അല്ലേ നമ്മളെടുത്തേ? കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? ഈ 2 സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറയും? ഇത്രയും വലിയൊരു ഉത്തരം ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി സിംപ്ലിഫിക്കേഷനല്ലേ ഉള്ളൂ. നോക്കിക്കേ, അപ്പോൾ 100 × 15552 അല്ലേ? ഡിവൈഡഡ് ബൈ എന്താണ്? 180 × 3 × 9 × 4 × 10. ഓക്കെ ആണോ? അപ്പോൾ നോക്കിക്കേ, ഈ 0 ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ 9
മിക്കവാറും 9ന്റെ മൾട്ടിപ്പിൾ ആവാനാണ് ചാൻസ്. കാരണം ഇവിടെ പോയിന്റ് ഒന്നും ഇല്ല, പിന്നെ അപ്രോക്സിമേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. 9 വെച്ച് ക്യാൻസൽ ചെയ്ത് നോക്കിക്കേ. 9 ആവുമ്പോൾ ഒരു പ്രാവശ്യം, ദെൻ റിമൈൻഡർ എത്ര വരുന്നത്? 65. 65 ആവുമ്പോഴത്തേക്കും 7 പ്രാവശ്യം, റിമൈൻഡർ വീണ്ടും 2 പ്രാവശ്യം, 18, 25 അല്ലേ? ഓക്കെ, 18 പോയിട്ട് 72. 72 എത്ര പ്രാവശ്യമാണ്? 1728 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ 9 പോയി. ഇനി വീണ്ടും നോക്കിക്കേ, ഇവിടെ ഒരു 18 ഉണ്ടല്ലേ? 18 ആകുമ്പോൾ 2 പ്രാവശ്യം 9. ഇവിടെ ആകുമ്പോഴോ ഒരു പ്രാവശ്യം, ദെൻ 8, 82 ഒരു പ്രാവശ്യം, ദെൻ റിമൈൻഡർ 1, 2 പ്രാവശ്യം. ഈ രണ്ടും ഇതും കൂടി ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ, 2. ഇനി വല്ലതും ക്യാൻസൽ ചെയ്യാനുണ്ടോ? ഈ ഒരു 3 കിടപ്പുണ്ടല്ലേ? 3 × 3 9. അവിടെ നമുക്ക് തെറ്റിയോടാം. 3 അല്ലേ വന്നേക്കുന്നേ? അപ്പോ 22 ആണല്ലോ വരുന്നേ. 112 അല്ലേ? എവിടെ നമുക്ക് തെറ്റിയേ? 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 81 അല്ലേ? അപ്പം 192 അല്ലേ വരിക? ഓക്കെ. അപ്പോൾ 9, 10, 12. ഇനി 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് നോക്കിക്കേ. 3 × 6, 3, 18, 64. 64 × 2, 64 ഇരട്ടി എത്ര? 128, 2, 0. ഓക്കെ അല്ലേ? ഓപ്ഷൻ നമ്പർ സി. ഓക്കെ, കാൽക്കുലേഷനേ ഉള്ളൂ, കാര്യം ഇത്രയേ ഉള്ളൂ. കാര്യം പിടികിട്ടിയല്ലോ. എന്താണ്? ആ ഒരു മാർക്ക്ഡ് പ്രൈസിൽ നിന്നും 25% ഡിസ്കൗണ്ട് കഴിഞ്ഞു, ബാക്കി 75% വരും. എഗെയിൻ 10% പോയാൽ ബാക്കി 90/100 വരും. ആ സെല്ലിംഗ് പ്രൈസ് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 100 എത്രയായിരിക്കും? ഓക്കെ അല്ലേ? സോ ഇത് ഡിസ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പ്ലനേഷനോടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പകുതി ടൈം, ഇപ്പം നമ്മളിപ്പോൾ എനിക്ക് ഒന്ന് അരമണിക്കൂർ കൂടുതൽ എടുത്തു അല്ലേ? പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം സ്റ്റെപ്പ് എത്രത്തോളം വന്നു നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം അത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് സാധിക്കും. സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? ഇതുപോലത്തെ വർക്കൗട്ട് ചെയ്യുക. ടൈമർ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക? ഇനിയുള്ള മാത്സ് QAയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചെയ്ത് പഠിക്കുക. ബിക്കോസ് നമുക്ക് ടൈമർ ആണ്. ഓക്കെ, ടൈമർ വെച്ച് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ടൈമർ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.